ഇന്ന് നമ്മളൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. പാൽ റൊട്ടി റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. വീശി അടിക്കുകയോ ഒന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മുടെ പൊറോട്ട, ബട്ടർ നാൻ ഇതെല്ലാം കഴിക്കുന്നതിനേക്കാളും ഒത്തിരി ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പാൽ റൊട്ടി റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ഡോ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ 1.25 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ആ സെയിം കപ്പിൽ തന്നെ 3 കപ്പ് അളവിൽ മൈദാപ്പൊടി കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മളിപ്പോൾ 1/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ്. നമ്മളിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ പാൽറൊട്ടിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പാൽപ്പൊടി ചേർക്കാം. 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്നതിന് പകരമായിട്ട് പാൽ ചേർത്ത് കൊടുത്താൽ മതി, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് ഇത് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ കുഴയ്ക്കുന്ന സമയത്ത് നമ്മളിതൊന്ന് കുഴച്ച് നോക്കിയപ്പോൾ കുറച്ച് വെള്ളം അധികം ആയതുകൊണ്ട് തന്നെ നമ്മൾ 1/2 കപ്പും കൂടെ എക്സ്ട്രാ മൈദാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം 1 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കുഴച്ച് നോക്കുക. പിന്നെ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ആദ്യം തന്നെ 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് കുറച്ച് വെള്ളം അധികമായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒരല്പം കൂടെ മൈദാപ്പൊടി ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം മാവ് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം മാവ് കുഴച്ചെടുത്തപ്പോഴേക്കും മാവെല്ലാം നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് കുഴയ്ക്കുക. ഒരുപാട് സമയം വേണ്ട, ചെറുതായിട്ടൊന്ന് കുഴയ്ക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചൊരു 15-20 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും മാവെല്ലാം നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു 8 പീസായിട്ട്, ഈക്വൽ വലിപ്പത്തിലുള്ള 8 പീസായിട്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടി റെഡിയാക്കി വെക്കുകയാണ്. ഫുള്ളായിട്ടും ഉരുട്ടി റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ അടപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്നും ഒരെണ്ണം എടുക്കുക. ശേഷം കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ ഒരല്പം മൈദാപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ആദ്യം 2 വശവും ഒന്ന് പ്രസ് ചെയ്യുക. ശേഷം നമുക്കിത് ഒരു പത്തിരിയുടെ വലിപ്പത്തിൽ കുറച്ച് കട്ടിയിൽ നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ്. സാധാരണ നമ്മൾ കുബൂസ് എല്ലാം പരത്തിയെടുക്കില്ല, ആ ഒരു കട്ടിയിലും വലിപ്പത്തിലും നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നമ്മളിതൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പൊങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കുത്തി കൊടുക്കുന്നത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നേരത്തെ തന്നെ സ്റ്റൗവിലൊരു പാൻ വെച്ച് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ പാൽ റൊട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഒരു 4 പ്രാവശ്യം തിരിച്ചിട്ടതിന് ശേഷം ചെറുതായിട്ട് കളറെല്ലാം മാറി ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.